ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ താമസിക്കുന്ന കമ്പാലയിൽ നിന്നും ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ട് ജിഞ്ചയ്ക്ക്. ഇപ്പോൾ ജിഞ്ചയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ നൈൽ നദി, നമുക്കെല്ലാം സുപരിചിത നദിയാണല്ലോ നൈൽ, വളരെ ഫേമസ് ആയ നദി. ആ നൈലിൻ്റെ ഉറവിടം, നൈലിൻ്റെയും വിക്ടോറിയ ലേക്കും അതിൻ്റെ ഉറവിടം ഞങ്ങൾ പോകുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഉറവിടം നിങ്ങളെ കാണിക്കാൻ പറ്റും. ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ ലേറ്റായി എങ്കിലും മാക്സിമം കാണിക്കാൻ പറ്റുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് ഇന്ന് ഞങ്ങൾ എത്തിക്കാം കേട്ടോ. ജിഞ്ചയ്ക്കുള്ള യാത്രയാണ്. റോഡിൽ കാണാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് ഞാനും കുക്കുവും ജിഞ്ചയ്ക്ക് പോകുന്നത്. ഇച്ചാൻ ഒരു പ്രാവശ്യം നൈല് കാണാൻ പോയിട്ടുണ്ട്. നമുക്കിന്നിവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. നമ്മൾ പോകുന്ന വഴിക്കുള്ള ജംഗ്ഷനിലെ ഓരോ ഷോപ്പുകളാണേ. നമ്മൾ ജിഞ്ചയ്ക്ക് പോകുന്ന വഴിയാണ്. വഴിയിൽ കണ്ട കാഴ്ചകളാണ്. ഇവിടെയൊക്കെ നല്ല കൃഷിയുണ്ടേ. നമ്മൾ പോകുന്ന വഴിക്കാണ് കൃഷി. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കേട്ടോ. കുറച്ച് ദൂരെ മരം ചെരുവാണ്. അവിടെ നിൽക്കുന്ന മരങ്ങളും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഇവിടെ കൃഷി ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരുണ്ട്. കപ്പയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിലാണ്. ഇതൊക്കെ ചോളമാണ്. റോഡ് സൈഡിൽ നിൽക്കുന്ന കേട്ടോ. ചോളത്തിൻ്റെ തൈകളൊക്കെയാണ് എന്നത്. പിന്നെ ഒരല്പ സ്ഥലം ഉണ്ടെങ്കിൽ ഇതെല്ലാം കൃഷി ചെയ്യും. നല്ല സ്ഥലങ്ങളാണ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത്. ചെറിയ ചെറിയ വീടുകളുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു റോഡ്, നമ്മുടെ ജിഞ്ച റോഡ്. കമ്പാലയിൽ നിന്ന് ജിഞ്ചയിലേക്കുള്ള റോഡിന്റെ ഭംഗിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടല്ലേ? അടിപൊളിയായിട്ടുണ്ടല്ലേ? നമ്മൾ യാത്ര ചെയ്യുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത്. ഇത് കണ്ട, കപ്പയുണ്ട്, ബീൻസ് കൃഷി ചെയ്തിട്ടുണ്ട്, കരിമ്പുണ്ട്, ഇങ്ങനെ കുറേ കൃഷിയെല്ലാം ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വാഴ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലുള്ള കാഴ്ച നമുക്കൊന്ന് കാണാവേ. വളരെ മനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ്. കപ്പ, ചോളം, ഇതൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കാപ്പിയുണ്ട്, കപ്പയുണ്ട്, പിന്നെന്താണ്, അവക്കാഡയുണ്ട്. ഇത് കുറച്ച് ദൂരെയുള്ള ഒരു മലയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നമുക്ക് ഇനി ഈ റോഡാണ് പോകേണ്ടത്. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഈ റോഡാണ്. വന്ന വഴിയാണേ ഇതാണ് നമ്മൾ വന്ന വഴി. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇച്ചാനും കുക്കൊക്കെ അവിടെയുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇനി ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് നമുക്ക്. പക്ഷേ ഈ ഭംഗിയൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ വേണ്ടി തോന്നുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത്. നമ്മൾ ഏകദേശം ജിഞ്ചയ്ക്ക് അടുക്കാറായി. അതിമനോഹരമായ മേഘത്തിന്റെ ഭംഗിയുണ്ടോ? വളരെ മനോഹരമാണ് കേട്ടോ. നമ്മൾ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പം നിങ്ങൾ ആകാശമൊക്കെ കണ്ടോ? ഈ റോഡിലേക്ക് വീണ് കിടക്കുന്ന പോലല്ലേ? അത്രയ്ക്ക് നല്ല രസമാണ് ഇവിടെ കാണാൻ. ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു രാജ്യമാട്ടോ ഉഗാണ്ട. തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കണം. കാരണം നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റിമറിക്കും ഉഗാണ്ടയെ നമ്മൾ വന്നു കഴിയും.
നമ്മൾ ജിഞ്ച ടൗണിലെത്തിയേ. ഇതാണ് ജിഞ്ച ടൗണിലെ പാലം, ഒരു ബ്രിഡ്ജ്. വളരെ മനോഹരമായ പാലം. ഇതിൻ്റെ താഴെ രണ്ട് സൈഡിലും നമുക്ക് നൈൽ റിവർ പോകുന്ന കാണാം. നമ്മള് ജിഞ്ചയിലെത്തി. നമ്മൾ ജിഞ്ചയിലെ മാർക്കറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ഉഗാണ്ടയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ജിഞ്ചയിലുള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്കുള്ള യാത്രയിലാണ്. ഇത് ജിഞ്ച ടൗൺ ആണ്. ജിഞ്ചയിലെ ഒരു മാർക്കറ്റാണേ. ഇച്ചയും കത്തിയൊക്കെ നോക്കി മേടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്ത രീതിയിലുള്ള ഒരു കത്തിയാണേ ഇച്ചേൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഫുള്ള് മാർക്കറ്റാണ് ഇവിടെ. ഇത് മൊത്തം പാത്രക്കടകളാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സ്റ്റീൽ പാത്രം, അലൂമിനിയം പാത്രം, അങ്ങനെയുള്ള പാത്രങ്ങളുടെ വലിയ ഷോപ്പുകളാണ് ഇവിടെ കാണുന്നത്. ഡെയിലി യൂസ് ചെയ്യുന്ന ഫുഡിൽ ഒരൈറ്റമാണ് ഈ മത്തങ്ങ. ഒരു ധാരാളമായിട്ട് മത്തങ്ങ പുഴുങ്ങി ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ജിഞ്ചയിൽ ഒരുപാട് മത്തങ്ങ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എവിടെ നോക്കിയാലും മത്തങ്ങ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചേമ്പ്, ഇത് ഇതെല്ലാം ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റാണ്. ഒരുപാട് വാട്ടർമെലൺ ഇവിടെ കിട്ടുന്നുണ്ട്. വാട്ടർമെലണിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഓറഞ്ച്. ഇത് ടാൻജറിൻ. ഇവിടുത്തെ ഓറഞ്ച് മൊസംബിയൊക്കെ പോലത്തതാണ് ടാൻജറിൻ. ഇത് ഇവിടുത്തെ ഇലകളൊക്കെയാണ്. ഇത് നമ്മൾ കണ്ടതെല്ലാം വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. ഇനി നമ്മൾ സ്പൈസസിൻ്റെ സ്ഥലത്തേക്ക് പോവാം. ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ തന്നെ എല്ലാ സ്പൈസസും ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഓരോന്നും പാക്കറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങോട്ടെല്ലാം പച്ചമരുന്നുകൾ എല്ലാം ഉണ്ട്. ഇത് ഇവിടുത്തെ ബ്ലാക്ക് കളർ ഒരു ക്ലേ ആണ്. ഇത് ഇവിടുത്തെ പ്രഗ്നന്റ് ലേഡീസ് ഉപയോഗിക്കുന്ന ക്ലേ ആണ്. അവരുടെ പ്രഗ്നൻസി പീരീഡിൽ നാവിന് ടേസ്റ്റൊക്കെ ഇല്ലാത്ത സമയത്ത് ഇത് വായിലിട്ടുകൊണ്ട് നടക്കും. ഇവിടെ വലിയ പീസുണ്ട്. നമ്മുടെ ജിഞ്ച മാർക്കറ്റിലെ ഉണക്കമീൻ സെക്ഷനാണ്. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് സിൽവർ ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത്. സിൽവർ ഫിഷ് നമ്മുടെ നാട്ടിലെ നത്തോലിയുടെ ചെറിയ പീസ് പോലെയുണ്ട്. ഒരുപാടുണ്ട്. ഇതൊക്കെ ചെറിയ മീനുകളാണ്. ജിഞ്ച എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കൂടുതൽ ഇന്ത്യൻസിൻ്റെ ഷോപ്പാണ്. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോഴാണ് അതൊക്കെ അറിയുന്നത്. കുക്കു
ഇവിടുത്തെ തുണി മാർക്കറ്റാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മുടെ നക്കസുറ മാർക്കറ്റിലെ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ തുണി മാർക്കറ്റാണ്. നല്ല കുറേ ദൂരം ഇതുണ്ട്. ഒരുപാട് തുണികളുണ്ട്. ഇത് ഇവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റാണ് തുണിയുടെ. നമ്മളിവിടെ ഫുള്ളൊന്ന് കാണാൻ വന്ന കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കണ്ടടിച്ചിരിക്കുകയാണ്. അടിപൊളി ഡ്രസ് മെറ്റീരിയൽസ്, ഡ്രസ്സും ഒക്കെ ഉണ്ട്. അജിയയുടെ ഒരു ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഒരുപാട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ഇവർ വെസ്റ്റേൺ കൾച്ചറിലുള്ള ഡ്രസ്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ജിഞ്ചയിലെ ടാക്സി സ്റ്റാൻഡ്. നമ്മൾ ജിഞ്ച മാർക്കറ്റിൽ വന്ന് ഇവിടുത്തെ കുറച്ച് മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് അപ്പോൾ ജിഞ്ച സിറ്റി.